രാജസ്ഥാനിലും നേതൃമാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അശോക് ഗെഹ്ലോട്ടിനെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കഴിഞ്ഞ ദിവസം AICC നിയമസഭാ കക്ഷി നേതാക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് നടപടി. അശോക് ഗെഹ്ലോട്ടിന് പകരം സച്ചിൻ പൈലറ്റ് വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി അത് കോൺഗ്രസിന് ഏറ്റ ഒരു കനത്ത പരാജയം തന്നെയായിരുന്നു. അതിനുശേഷം ഈ ക്ഷീണമൊക്കെ തന്നെ മാറ്റി പുതിയതായിട്ട് വരുന്നതിന് വേണ്ടി ഊർജ്ജം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ നിയമസഭാ കക്ഷി നേതാക്കളെയൊക്കെ തന്നെ മാറ്റുന്നത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിലും അത് തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനങ്ങളിലെ കനത്ത പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നേതൃമാറ്റത്തെപ്പറ്റി ആലോചിക്കുകയും അതിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മധ്യപ്രദേശിൽ PCC അധ്യക്ഷനായി ജിത്തു പട്ടുവയെ പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കമൽനാഥിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ പേര് മധ്യപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ രാജസ്ഥാനിലും കാര്യമായ അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഈ 3 സംസ്ഥാനങ്ങളും BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടി അതിദയനീയമായ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയ സംസ്ഥാനമാണ്. അതിൽ സംസ്ഥാന ഘടകങ്ങളുടെ തീരുമാനങ്ങളാണ് പലതും വലിയ പരാജയങ്ങൾക്ക് കാരണമായത് എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ AICCയുടെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിയെ നയിച്ച മുതിർന്ന നേതാക്കളെ എല്ലാം മാറ്റിക്കൊണ്ട് മറ്റാളുകൾക്ക് അവസരം നൽകുവാനുള്ളൊരു തീരുമാനം AICC എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ കമൽനാഥിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ജിത്തു പട്ടുവ എന്ന മറ്റൊരു നേതാവ്, ഇദ്ദേഹവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 35,000 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിയോട് സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടതാണ്. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും അത് പ്രശ്നമല്ല, ഈ പഴയ നേതാക്കളെല്ലാം മാറ്റണം, ഇവരാണ് ഈ തോൽവിക്ക് കാരണം എന്നതാണ് ഇപ്പോൾ AICCയുടെ വിലയിരുത്തൽ. അതിനാൽ രാജസ്ഥാനിലും വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം രാജസ്ഥാനിൽ നമുക്കറിയാം 2018 കോൺഗ്രസ് അധികാരത്തിൽ എത്തുമ്പോൾ അന്ന് പാർട്ടിയെ നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു. പക്ഷേ അന്ന് ഇപ്പോൾ ഈ അശോക് ഗെഹ്ലോട്ടിനെ തള്ളുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതല്ലെങ്കിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അന്ന് സച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നത് ചരിത്രമാണ്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ 5 വർഷക്കാലവും സച്ചിനും ഗെഹ്ലോട്ടും തമ്മിലുള്ള വലിയ പോര് രാജസ്ഥാനിൽ കോൺഗ്രസിനെ ഒരുപാട് പിന്നോട്ടടിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പരാജയത്തിന് ശേഷം അശോക് ഗെഹ്ലോട്ടിനെ ഒഴിവാക്കിക്കൊണ്ട് സച്ചിൻ പൈലറ്റോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റേതെങ്കിലും നേതാക്കളെ എത്തിച്ച് നിയമസഭാ കക്ഷി നേതാവായി ഉയർത്തി കാണിക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അതായത് ഗൗതം, ഈ ഗെഹ്ലോട്ട് ഒരു അധികാരമോഹിയാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അധികാരമോഹവും ഈ രാഷ്ട്രീയ വടംവലിയൊക്കെ തന്നെയാണ് രാജസ്ഥാനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് സച്ചിൻ പൈലറ്റ് പക്ഷം രൂക്ഷമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ടത് ഇതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് AICC നേതൃത്വം തന്നെയാണ്. ഈ നിയമസഭാ കക്ഷി നേതാവിനെ മാറ്റുന്നത്, ഗെഹ്ലോട്ടിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. രജനി, ഇനിയും സ്വാഭാവികമായും വഴങ്ങിയേ പറ്റൂ. കാരണം അതിദയനീയമായ ഒരു തോൽവിയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങിയത്. മാത്രമല്ല കോൺഗ്രസ് ദേശീയ നേതൃത്വം പലതവണ അശോക് ഗെഹ്ലോട്ടിനോട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ ഉൾപ്പെടെ നിർദ്ദേശിച്ചതാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥിയായി അന്ന് കോൺഗ്രസ് ഉയർത്തി കാണിച്ചത് ആദ്യം അശോക് ഗെഹ്ലോട്ടിനെ ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അത് സച്ചിൻ പൈലറ്റിന് നൽകിക്കൊണ്ട് ഗെഹ്ലോട്ട് ദേശീയ തലത്തിൽ എത്തണമെന്നും കോൺഗ്രസിനെ നയിക്കണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ AICC അന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ ആ AICC നിർദ്ദേശം സോണിയയുടെ രാഹുലിന്റെയും ഒക്കെ ഈ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് അശോക് ഗെഹ്ലോട്ട് അന്ന് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തുടർന്നത്. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനാണ് ഇഷ്ടമെന്നും സ്ഥാനാർത്ഥിയാകില്ല എന്ന് അടിയുറച്ച് പറഞ്ഞതോടെ നാണംകെട്ടാണ് പിന്നീട് AICC മറ്റൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കർണാടകയിൽ നിന്നുള്ള മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിർത്തിയത്. പിന്നീട് ശശി തരൂരുമായി മത്സരിച്ച് ഖർഗെ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. അപ്പോൾ പലതവണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അശോക് ഗെഹ്ലോട്ടിനെ മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ നമുക്കറിയാം ഈ കോൺഗ്രസിനും CPM-നും ഒക്കെ ദേശീയ നേതൃത്വത്തിന് കാര്യമായൊരു സ്വാധീനമൊന്നുമില്ല. സംസ്ഥാന ഘടകങ്ങളാണ്
പലതും തീരുമാനിക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ഈ പാർട്ടികളൊക്കെ വട്ടപൂജ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സംസ്ഥാന നേതാക്കളൊന്നും ഇവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഘടകം. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ രാജസ്ഥാനിൽ നടന്നതും. പലതവണ അശോക് ഗെഹ്ലോട്ടിനോട് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം വെച്ചു. പക്ഷേ ആ നിർദ്ദേശമൊക്കെ കാറ്റിൽ പറത്തി ഗെഹ്ലോട്ട് തന്നെ തുടർന്നു. ഒപ്പം അതിതീവ്രമായ ഭരണവിരുദ്ധ വികാരം, മോദി തരംഗം ഇതെല്ലാം ആഞ്ഞടിച്ചു. രാജസ്ഥാനിൽ BJP വന്നു, ഛത്തീസ്ഗഡിൽ BJP വന്നു, മധ്യപ്രദേശിൽ BJP തുടർന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 മാസം മാത്രം ബാക്കി നിൽക്കിയ അതിദയനീയമായ പരാജയം ഈ സെമി ഫൈനൽ മത്സരത്തിൽ കോൺഗ്രസ് BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ആ രീതിയിലുള്ളൊരു പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേതൃമാറ്റത്തിനായി AICC തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം പോലും ചോദിക്കാതെ ഇപ്പോൾ നേതൃമാറ്റം നടത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രജനി.